ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുൻപ് നമ്മൾ പഠിച്ച ലോഗ് ആൻറ്റി ലോഗ് ആംപ്ലിഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് പാർട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ ഡയോഡ് ഈസ് യൂസ്ഫുൾ ഫോർ ലോഗ് ആംപ്ലിഫയേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് അനാലിസിസ് ടൈമിൽ നമ്മൾ കണ്ടിരുന്നു ഔട്ട്പുട്ട് ആ ഒരു ലോഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ -VD എന്ന് നമ്മളവിടെ കണ്ടിരുന്നു. VD എന്ന് പറയുന്നത് എന്താണ്? ഡയോഡിന് അക്രോസ് ഉള്ള ആ ഒരു ഫോർവേഡ് വോൾട്ടേജ് ആണ്. അപ്പം ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ് അല്ലേ, അതൊരു കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് അച്ചീവിങ് ആംപ്ലിഫിക്കേഷൻ. അപ്പം അതൊരു കോൺസ്റ്റന്റ് അല്ല, അതൊരു വേരിയബിൾ ആണ്. ആ ഒരു വേരിയബിൾ ആംപ്ലിഫൈങ് വേരിയബിൾ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ VD ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെയാണ് മാറേണ്ടത്? 0 to 0.7 വോൾട്ട് വരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് ലോഗ് റീജിയൻ ബിറ്റ്വീൻ 0 volt and 0.7 volt ആണ് റൈറ്റ് ആൻസർ. Now the second question, in log amplifier a transistor is operated in which region? ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് റീജിയൻ കട്ട് ഓഫ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോഗ് ആംപ്ലിഫയറിനകത്ത് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വേണം വർക്ക് ചെയ്യാൻ. കാരണം എന്താ? ആക്റ്റീവ് റീജിയനിലാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഇൻപുട്ട് ക്യാര നമുക്ക് ലീനിയർ ആയിട്ട് കിട്ടുന്നത്. ഈവൻ ഫോർ സ്മോൾ ചേഞ്ച് ഇൻ ഇൻപുട്ട് ആ ഒരു ഔട്ട്പുട്ടിൻ്റെ വേരിയേഷൻ പ്രപ്പോർഷനായിട്ടുള്ള ഔട്ട്പുട്ട് വേരിയേഷൻ കിട്ടുന്നത് ഈ ആക്റ്റീവ് റീജിയൻ ആണ്. സോ ഫോർ ലോഗ് ആംപ്ലിഫയേഴ്സ് ദ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ ആക്റ്റീവ് റീജിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട് എന്നാണ്. ലോഗറിതമിക് ആംപ്ലിഫയർ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ ലോഗറിതമിക് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ഒരു വൈഡ് ഡൈനാമിക് റേഞ്ച് ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നലാണ്. അപ്പോൾ ഈ ഒരു സിഗ്നലിനെ പല ആപ്ലിക്കേഷനിലും അതിൻ്റെ റേഞ്ച് ചെറുതാക്കണം, അതിനെ ഒന്ന് കംപ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റി ലോഗ് ആംപ്ലിഫയേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ കംപ്രസ് ചെയ്ത സിഗ്നലിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഓഫ് ആൻ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട് എന്നാണ്. ലോഗറിതമിക് ആംപ്ലിഫയറിൽ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോഗ് ഓഫ് ഇൻപുട്ടിന് പ്രപ്പോർഷണൽ ആണെന്ന് പഠിച്ചു. ആൻറ്റി ലോഗിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ആൻറ്റി ലോഗിന് പ്രപ്പോർഷണൽ ആണ്. എക്സ് ആണ് ഒരു ഇൻപുട്ട് വേരിയബിൾ എങ്കിൽ അതിൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് e⁻⁴ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രപ്പോർഷണൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് ദ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ആൻറ്റി ലോഗിൻ്റെ ഔട്ട്പുട്ട് റിലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വാട്ട് ഈസ് ദ പ്രൈമറി യൂസ് ഓഫ് ആൻറ്റി ലോഗ് ആംപ്ലിഫയേഴ്സ് ആണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലോഗ് ആംപ്ലിഫയേഴ്സ് നമ്മൾ സിഗ്നലിനെ കംപ്രസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻറ്റി ലോഗ് ആംപ്ലിഫയേഴ്സ് അതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഡേറ്റ എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് അഗെയിൻ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലോഗ് ആംപ്ലിഫയർ ഈസ് യൂസ്ഫുൾ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ? അല്ലേ, പറഞ്ഞു ലോഗറിതമിക് ആംപ്ലിഫയർ കംപ്രഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു വൈഡ് ഡൈനാമിക് റേഞ്ച് ഓഫ് സിഗ്നൽ ആണ്. സോ ഇതിൻ്റെ റേഞ്ചിനെ നമുക്ക് കംപ്രസ് ചെയ്യണം. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, സിഗ്നൽ കംപ്രഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ലോഗ് ആംപ്ലിഫയേഴ്സ് ആണ്. സോ ഏത് ഫീഡ്ബാക്ക് ആണ് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ലോഗ് ആംപ്ലിഫയർ ആൻഡ് അഗെയിൻ ദ ഓപ്ഷൻ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇഫ് സിലിക്കൺ ട്രാൻസിസ്റ്റർ Q ആൻഡ് ആൻ ഐഡിയൽ ഓപ്പ് ആംപ് ഈസ് ഗിവൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അനാലിസിസ് ചെറുതായിട്ടൊന്ന് അറിയുവാണെങ്കിൽ നമുക്കിത് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോർമലി ഇതൊരു ലോഗറിതമിക് ആംപ്ലിഫയർ ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. യൂസിങ് എന്താണ്? ട്രാൻസിസ്റ്റർ ഇൻ ദ ഫീഡ്ബാക്ക്. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ ഫോർ എ ലോഗറിതമിക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -VT × LN ഇൻ ബ്രാക്കറ്റിൽ എന്താണ്? V ഇൻപുട്ട് ബൈ ദാറ്റ് സാച്ചുറേഷൻ കറണ്ട് IS × R ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ISൻ്റെ വാല്യൂ തന്നിട്ടില്ല. ISൻ്റെ വാല്യൂ തരുവാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ ഒരു ലോഗറിതം ഒക്കെ വന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പത്തിന് ഈ ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? നമുക്ക് V ഔട്ട് എന്ന് പറയുന്നത്
യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് വി ബി ഇ എന്ന് പറയും. വി ബി ഇ എന്താണ് ഇവിടെ? ഈ ബേസും ഈ എമിറ്ററിനും തമ്മിലുള്ള വോൾട്ടേജ് പോസിറ്റീവ് മൈനസ്. ഓക്കെ, ഇതാണ് എന്ത്? വി ബി ഇ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ഇതേണ്ട ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ്, ദിസ് ഈസ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, സോ യു അപ്ലൈ KVL ഇൻ ദിസ് ലൂപ്പ് വേർ ഇതെന്ന് പറയുന്നത് വി ഔട്ട് ആണ്. ഓക്കെ, വി ഔട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ വി ബി ഇ? സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ വി ബിയുടെ വാല്യൂ എത്രയാണ്? 0.7 ആണ്. സോ വി ഔട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് മൈനസ് 0.7 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് മൈനസ് 0.7. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഓപ്പാംപ് സർക്യൂട്ട് ഈസ് എഗെയിൻ ഗിവൺ. ലോഗറിതമിക് ആംപ്ലിഫയറിൻ്റെ ഓപ്പാംപ് സർക്യൂട്ടാണ്. കറണ്ട് ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്, അതിനകത്ത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ് 2 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് V0 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് 4 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ V0 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ V0 1 V0 2 ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ലോഗറിതമിക് ആംപ്ലിഫയർ ആണ്, ഡയോഡാണ് ഫീഡ്ബാക്കിൽ വന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ്? മൈനസ് VTLN V input divided by that saturation current IS into R ആണ്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ആദ്യത്തെ ഇൻപുട്ടായ 2 വോൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം വെൻ ദ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 2 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ആ ഇൻപുട്ടിന് ഞാൻ V1 എന്ന് വിളിക്കുവാണ് കേട്ടോ. അന്നേരം കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത്? V0 1 എന്ന് പറയുന്നത്. സോ V0 1 ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്? മൈനസ് VTLN. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, നിങ്ങൾ V1 എന്ന് തന്നെ ഇട്ടോളൂ കേട്ടോ. സോ V1 ഡിവൈഡഡ് ബൈ IS ഇൻറ്റു R എന്ന് കിട്ടി. Now we are going to apply the second input voltage. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര വോൾട്ടേജ് ആണ്? 4 വോൾട്ട് ആണ്. ഓക്കെ, ഇതിനെ ഞാൻ V2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. രണ്ടാമത്തെ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിനെ V02 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ V02 ഈസ് ഈക്വൽ ടു മൈനസ് VTLN സെക്കൻഡ് ഇൻപുട്ട് വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ IS ഇൻറ്റു R എന്ന് എഴുതി. ഈ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഈ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 2 എന്നും നമുക്ക് വിളിക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോ V01 മൈനസ് V02 എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് VTLN. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് V1 ബൈ IS ഇൻറ്റു R. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് വരും. സോ പ്ലസ് VTLN V2 ഡിവൈഡഡ് ബൈ IS ഇൻറ്റു R എന്ന് കിട്ടും. Now you take VT common. VT common എടുക്കുമ്പോൾ എന്ത് കിട്ടും? നാച്ചുറൽ ലോഗ് ഓഫ് V2 ബൈ IS ഇൻറ്റു R മൈനസ് LN V1 ബൈ IS ഇൻറ്റു R എന്ന് കിട്ടും. ഓക്കെ, ഈ ബ്രാക്കറ്റിൽ എന്താ കിടക്കുന്നത്? ലോഗ് A മൈനസ് ലോഗ് B ഫോം ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ലോഗ് A ബൈ B എന്ന് എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VT ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് A ബൈ B ആണ്. ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് V2 ബൈ B1 എന്ന് കിട്ടും. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിനകത്തുള്ള ആ വാല്യൂ ഒന്ന് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V2 നാച്ചുറൽ ലോഗ് ഓഫ് V2 എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? രണ്ടാമത്തെ വോൾട്ടേജ് 4 വോൾട്ട് ആണ്. സോ 4 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വോൾട്ടേജ് ഏതാണ്? 2 ആണ്. സോ 4 ബൈ 2 ആൻഡ് സോൾവിങ് ദിസ് വി വിൽ ഗെറ്റ് V2LN 2 എന്ന് കിട്ടും. അപ്പോൾ ഏതാ ഓപ്ഷൻ നോക്കിക്കേ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു 2 ഇൻപുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലെയർ, ഒരു വോൾട്ടേജ് മൾട്ടിപ്ലെയർ ആ ഫീഡ്ബാക്ക് പാത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് നടക്കുന്നതെന്ന് നോക്കാം. സ്കെയിലിംഗ് ഫാക്ടർ 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സ്കെയിലിംഗ് ഫാക്ടർ ഈസ് given 1 ആൻഡ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് ഔട്ട്പുട്ട് V0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, V1 എന്ന് പറഞ്ഞ ഈ വോൾട്ടേജ് 15 വോൾട്ട് എന്ന് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. ആൻഡ് V2 ഈസ് given ആസ് വാട്ട്? 3 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് 3 വോൾട്ട്. ഒരു മൾട്ടിപ്ലെയറിൻ്റെ സിമ്പിളാണ് കേട്ടോ ഇത്. ഇതാണ് ഒരു മൾട്ടിപ്ലെയറിൻ്റെ സിമ്പിൾ. അപ്പോൾ രണ്ട് ഇൻപുട്ട് V1ഉം V2ഉം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലെയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ K ടൈംസ് V1 V2 ആണ്. ഓക്കെ, ഈ K എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്കെയിലിംഗ് ഫാക്ടറാണ്. ഈ സ്കെയിലിംഗ് ഫാക്ടറാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്ത്? 1 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1, 2 ആ പാരാമീറ്റേഴ്സ് ഞാൻ ഒന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ നൊട്ടേഷൻസ് ഒന്നിവിടെ കാണിക്കുകയാണ്. ഈ മൾട്ടിപ്ലെയറിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ V എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് വാട്ട്? V.
ഈ മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലയറിൻ്റെ ഇൻപുട്ടുകൾ തമ്മിൽ നമ്മൾ പ്രോഡക്റ്റ് എടുക്കണം. ഈ മൾട്ടിപ്ലയറിൻ്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? V2 വരുന്നുണ്ട്, V0 വരുന്നുണ്ട് അല്ലേ? സോ V2 ഇൻറ്റു V0 ആണ് മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ട്. നൗ യു കൺസിഡർ ദിസ് നോഡ്. ഓക്കെ, ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമുക്കറിയാം ഇത് ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് നോഡ് എ വിൽ ഓൾസോ ബി അറ്റ് ഗ്രൗണ്ട്. പിന്നെ ഓപ്പാമ്പിൻ്റെ ഈ ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഒന്നും ഡ്രോ ചെയ്യത്തില്ല. അപ്പോൾ ഞാനിവിടെ 2 കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഒന്ന് നമ്മുടെ ഈ റെസിസ്റ്ററിൽ കൂടിയുള്ള ഇൻപുട്ട് കറണ്ട് ഇങ്ങനെയും, പിന്നെ ഒന്ന് ഈ റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് ഇങ്ങനെയും ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. നൗ യു അപ്ലൈ KCL അറ്റ് നോഡ് എ. അറ്റ് നോഡ് എ എന്ത് അപ്ലൈ ചെയ്യണം? നമ്മൾ KCL അപ്ലൈ ചെയ്യണം. അതായത് KCL എന്താണ്? ടോട്ടൽ കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ നോഡ്. ഇവിടെ ഞാൻ ഈ 2 കറണ്ടും നിങ്ങൾക്ക് കാണാം എൻറ്ററിങ് ദ നോഡ് എ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ലിവിങ് ദ നോഡ് ഒന്നും തന്നെ ഇല്ല, ബിക്കോസ് ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് പോകുന്ന കറണ്ട് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോഡിനകത്ത് KCL അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്? ഈ ഒരു ഫസ്റ്റ് I1 ഈ ഒരു കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് V1 ഡിവൈഡഡ് ബൈ R, കറണ്ട് എൻറ്ററിങ് ഈ കറണ്ട്. ഓക്കെ, പ്ലസ് ഈ കറണ്ട് എങ്ങനെ എഴുതും നമ്മൾ? ഓക്കെ, വി എന്ന് പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ, ഇതാണ് ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദ നോഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 0 എന്ന് കിട്ടും. ഓർ വി ക്യാൻ റൈറ്റ് V1 ഇസ് ഈക്വൽ ടു -V എന്ന് നമുക്ക് എഴുതാം. ഇനി വി എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു വി ഇസ് ഈക്വൽ ടു V2 ഇൻറ്റു V0 എന്ന് പറഞ്ഞു. സോ V1 ഇസ് ഈക്വൽ ടു -V2 ഇൻറ്റു V0 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -V1 ബൈ V2 ആണ്. V1ൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 15 വോൾട്ട്. മറ്റേത് 3 വോൾട്ട് എന്നും തന്നിട്ടുണ്ട്. സോ ആൻസർ ഈസ് -5 വോൾട്ട് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇന്നത്തെ ഈ MCQ ഡിസ്കഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരള PSC നിലവിൽ 3 നോട്ടിഫിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്, അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് PWD ആൻഡ് ഓൾസോ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇൻ PWD. അപ്പോൾ ഈ 3 കോഴ്സും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ആസ് എ ബണ്ടിൽ ഓർ ആസ് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഗൈഡൻസിനോ എൻക്വയറിയോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, ഓർ ആ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.